ഞാൻ ഭയങ്കര ഹാപ്പിയായി. കാരണം ഒരു ഫുഡ് കഴിച്ചിട്ട് നമ്മൾക്ക് ഇത്രത്തോളം ഹാപ്പി ആവാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. സോ എനിക്ക് ഈ ഫുഡ് നല്ല സന്തോഷം തന്നിട്ടുണ്ട്. എനിക്ക് എന്താ പറയുക, നാട്ടിലെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ വീട്ടിലെ ഫുഡ് കഴിച്ചൊരു ഫീൽ. നിങ്ങൾക്കറിയാലോ ഞാൻ ചെന്നൈയിലാണെന്നുള്ളത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇവിടെ നമ്മുടെ നാട്ടിലെ ഫുഡ് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ കുറേ നാളായിട്ട് എനിക്ക് ഭയങ്കര കൊതി, നാട്ടിലെ ഫുഡ് വേണം, കഴിക്കണം 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 എന്നൊക്കെ. മീൻകറി കഴിക്കാത്ത ഞാനാണ്, പക്ഷെ എനിക്ക് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. ഞാനൊരു ഷോപ്പ് കണ്ടെത്തി. അപ്പോൾ ശരി, നമ്മുടെ നാട്ടിലെ ഫുഡൊക്കെ കൊടുക്കുന്ന ഒരു കട കൊള്ളാം. ആക്ച്വലി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണേ. ഫുഡ് സംഭവം വന്നിട്ടുണ്ട്. ഇപ്പം സമയം 3 മണിയായി. ഈ 3 മണി വരയ്ക്കും കഴിക്കാതെ ഞാൻ വെയിറ്റിങ്ങിലായിരുന്നു. എനിക്ക് ഞാൻ ഈ ഫുഡ് വന്നിട്ട് നമ്മുടെ നാട്ടിലെ ഭക്ഷണം വന്നിട്ട് ഞാൻ കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇത്ര നേരം വെയിറ്റ് ചെയ്തിട്ടോ. പക്ഷെ രാവിലെ വട കഴിച്ചായിരുന്നേ. കൊതിയാവൂ. ഓക്കെ, നമുക്ക് കഴിച്ചു നോക്കെ എങ്ങനെയുണ്ട് അതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത് നോക്കാം. നോർമലി ഉള്ളവർക്ക് പപ്പടമുണ്ട്, പപ്പടമൊക്കെ പൊടിഞ്ഞു പോയി. എനിക്ക് എന്താണോ തുമ്മൽ വരുന്നു. ഓക്കെ, ഞാൻ ആരോപ്പരാകുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇതെങ്ങനെയുണ്ട് നോക്കാം. ആക്ച്വലി ഞാൻ വാങ്ങിയതിൽ ഒന്ന് ഇത് മീൻകറിയാണ്. മീൻകറി, അയ്യോ എനിക്ക് വയ്യ. എങ്ങനെയാ പറയാ, കുറേ നാൾ ഫുഡ് കിട്ടാതെ ഇങ്ങനെ ഇരുന്ന് പെട്ടെന്ന് കിട്ടുമ്പോഴുള്ള ഒരു ആക്രാന്തം എന്നൊക്കെ പറയില്ലേ, അതുപോലെ. ഇത് കപ്പ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കപ്പ. ഓക്കെ, കപ്പയും മീനുമാണത്. ഇത് കപ്പയും മീനും. ദെൻ ഇതിൽ റൈസ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ ഇതിൻ്റെ പേര് പറഞ്ഞാൽ കുത്തിരിച്ചോറെന്നാണ് പറഞ്ഞത്. സോ നമ്മുടെ നാട്ടിലെ കുത്തിരിച്ചോറും പിന്നെ കറികളാണ്. ആക്ച്വലി ചോറ് ഇതിൽ തന്നെ ഇരുന്നോട്ടെ, നമുക്ക് കറികൾ എന്തൊക്കെയാണെന്നുള്ളത് ഓപ്പൺ ചെയ്ത് നോക്കാം, എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നമുക്ക് ചോറ് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാമല്ലേ, പക്ഷെ കറി എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റത്തില്ല, സ്പെഷ്യലി എന്നെ പോലുള്ളവർക്ക്. സോ നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ഉപ്പേരിയാണ് വാങ്ങിയെടുത്തത്, പക്ഷെ അത് ചിക്കൻ കറിയായിപ്പോയി. വാ, നല്ല മണം. ഇത് ചിക്കൻ കറിയാണ് കേട്ടോ. പക്ഷെ ഈ ചിക്കൻ കറി കടുകിട്ട് വെച്ചിരിക്കുന്നു. ഞാൻ പാലക്കാടിനാണ്. പക്ഷെ പാലക്കാടിൽ ചില ഇടത്തിലൊക്കെ കടെന്ന് പറയാ കടുക്, ചില ഇടത്തിലൊക്കെ കടുകിട്ട് വെക്കും. പക്ഷെ ചില ഇടത്തിൽ കടുക് യൂസ് ചെയ്യാറില്ല. അപ്പം എൻ്റെ വീട്ടിൽ കടുക് യൂസ് ചെയ്യാറില്ല. റബ്ബർ ബാൻഡൊക്കെ ഇട്ട് നല്ല കെട്ടി കൂട്ടി വെച്ചിട്ടുണ്ട്. മീൻകറി, ഓ മൈ ഗോഡ്. ഇത് ഒഴിക്കണില്ല, കാരണം നല്ല വെള്ളം പോലെ ഉണ്ട്. ഐ മീൻ ഒഴിച്ചതിങ്ങനെ സ്പ്രെഡ് ആവും. ഞാൻ നല്ല ഉപ്പേരി കറി ഉണ്ടോ നോക്കട്ടെ. ഇത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് എനിക്ക് ടച്ച് ചെയ്യുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണത്. തുറക്കാൻ ഓക്കെ, ഇത് തുറന്നു വരുമ്പോഴേക്കും നേരം വിളിക്കും, നാളെയാവും. നമ്മുടെ എന്താ അതിൻ്റെ പേര്, കയ്പയ്ക്കാണോ? വെജിറ്റബിൾ അറിയാൻ പറ്റുന്നില്ല. അതെ, ക്യാബേജ് ആണെന്നാണ് വിശ്വസിക്കുന്നത്. ക്യാബേജ് തന്നെ. പിന്നെ ഇതും ചാറ് കറി. അയ്യോ, ഇത് ഫുള്ള് ചാറ് കറികളാണോ? ഓ, നമുക്ക് ചോറ് എന്ത് കറി കൂട്ടി വേണമെങ്കിലും കഴിക്കാം എന്നുള്ളത്. ഞാൻ മീൻകറി വാങ്ങിച്ചത് ഫ്രഷ് ആയിട്ടാണ് അവിടെ വെക്കുന്നത്. ഞാൻ മോർണിംഗ് ഓർഡർ ചെയ്തത്. അപ്പോൾ അവർ ഉച്ച ആവുമ്പോഴാണ് ഇത് പ്രിപ്പയർ ചെയ്ത് തീരുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. ചോറൊക്കെ അവർ ഉച്ചയ്ക്കാണ് വെച്ചത്. ഓ, ഇത് ചാറല്ല, ഇത് നമ്മുടെ മറ്റേ കറി. എന്താ അത് തന്നെ, ബട്ട് അതൊന്നും എനിക്ക് ഉണ്ടാക്കാൻ അറിയ പോലുമില്ല. അറിയില്ല എന്നുള്ളത് ഞാൻ കാണിക്കത്തുമില്ല. അത് വേറെ യൂട്രസിലായോ. ഇതെന്ത് കറിയാണെന്ന് വെച്ചാൽ ഈ പടവലങ്ങ ഇട്ടിട്ട് നമ്മൾ വയ്ക്കത്തില്ലേ, പടവലങ്ങ പയറൊക്കെ പരിപ്പിട്ടിട്ട്, അതാണെന്നാണ് എൻ്റെ ഒരു ഊഹം. പക്ഷെ ഇതിനൊക്കെ എക്സാക്റ്റ് പേരുണ്ട്, എനിക്കറിഞ്ഞൂടെ. എനിക്കിങ്ങനെ മീൻകറി, ചിക്കൻ കറി, അയ്യോ രസം, അയ്യോ എന്താ പറയുക. നിങ്ങൾ വിചാരിക്കും ഇവിടെ ഓവറായിട്ട്. പ്ലീസ് ദയവായി നിങ്ങൾ അങ്ങനെ പറയരുത്. കാരണം ഞാനില്ലേ, ഇന്നലെ എൻ്റെ ഫ്രണ്ട് ശ്യാമ, ഞാൻ അവനെ വിളിച്ച് ഞാൻ പറഞ്ഞുള്ളൂ. എനിക്ക് സങ്കടമായി സത്യം പറഞ്ഞാൽ.
എനിക്കിങ്ങനെ കഴിക്കാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ എവിടെ നിന്ന് കിട്ടുന്നതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. രസവും മീൻ വറുത്തതും, അതായത് നങ്കിമീൻ എന്ന് പറയും പാലക്കാടിൽ. ഓക്കെ, ഉണക്കമീൻ. അപ്പം അതും കൂടി എനിക്ക് കഴിക്കുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ സംസാരിച്ചതാ. പക്ഷെ അപ്പോഴാണ് ഇത്. പിന്നെ വേറൊരു ഗുണം എന്താണെന്ന് അറിയാമോ, എനിക്ക് കറി ഇത്ര ഉണ്ടെങ്കിൽ എനിക്ക് ചോറ് വയ്ക്കാൻ ഈസിയാണ്. ചോറ് വയ്ക്കാൻ അറിയാം. കറി ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചോറ് വെച്ച് അതിൻ്റെ കൂടെ ഈ കറികളൊക്കെ കൂട്ടി അങ്ങോട്ട് കഴിക്കാവുന്നേ ഉള്ളൂ. എന്നിട്ട് കറി ഉണ്ടാക്കണ്ട എങ്ങനെ? ഓ, മോര് കറി കാണുന്നുണ്ടോ? മോര് കറി ഒഴിക്കാൻ പറയത്തില്ല. എന്താ രസം, രസം. എനിക്ക് വയ്യ. അങ്ങനെ എനിക്ക് പറയാ സന്തോഷം. കഴിച്ചോക്കട്ടെ. ഈ കഴിക്കുമ്പോഴും ഈ സന്തോഷം ഉണ്ടാവും അറിയണ്ടേ. പക്ഷെ നമുക്ക് കറി മാത്രം കഴിച്ചോട്ടെ. എനിക്ക് കറി സെപ്പറേറ്റ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കറിയാണ് ടാസ്ക്. അതുകൊണ്ട് നമ്മളില്ലേ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുമ്പോൾ ഒരിക്കലും ടേസ്റ്റ് വരത്തില്ല. ആക്ച്വലി ഇത് ഹോംലി ഫുഡാണ് കേട്ടോ. പറഞ്ഞോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഹോംലി ഫുഡാണ്, വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ്. നമ്മൾ ഓർഡർ ചെയ്തെന്ന് പറഞ്ഞാൽ അവർ കൊണ്ടു തരും. എനിക്ക് തോന്നുന്നു സൊമാറ്റോയിൽ മാത്രമേ ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. സ്വിഗ്ഗിയിൽ അവർക്ക് ആയിട്ടില്ല തോന്നുന്നു. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് നേരിട്ട് കോൾ ചെയ്തിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ്. എൻ്റെ പൊന്നളിയാ, സൂപ്പർ. നമ്മുടെ വീട്ടിൽ, അതായത് ഞങ്ങളുടെ അവിടെ കട്ട് ചെയ്യുന്നത് വേറെ രീതിയിലായിരിക്കും. ഇങ്ങനെ കുഞ്ഞാന്ന് കട്ട് ചെയ്യാറില്ല, വേറെ നീളന്നതായിരിക്കും. സോ ആ ഒരു വ്യത്യാസം മാത്രമേ എനിക്ക് തോന്നുള്ളൂ. കൊള്ളാം. പിന്നെ ഇതിൽ പരിപ്പോ എന്തോ ഇട്ടിട്ടുണ്ട്, ഉഴുന്ന് പരിപ്പിട്ടിട്ടുണ്ട്. ഞാൻ പൊതുവെ ഉഴുന്ന് പരിപ്പ് യൂസ് ചെയ്ത് കഴിക്കാറില്ല. ആക്ച്വലി ഇതെങ്ങനെയാ വെച്ചാൽ ഇത് പരിപ്പ് ഉടച്ചിട്ട്, എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെയാണോ ചെയ്യാന്നുള്ളത്. പരിപ്പ് ഉടച്ചിട്ട് അതിൽ പടവലമൊക്കെ അങ്ങനെ ഇതിരിക്കുക. കൊള്ളാം. അതെ, ഞാൻ ഇപ്പോഴാണ് കാണി ഈ ഒരു സാധനം ഞാൻ തുറന്നില്ല. ഇതിനകത്ത് എന്താ എന്റെ പൊന്ന്, തുറക്കണതിൻ്റെ ഉള്ളിൽ തുറന്ന് എനിക്ക് വയ്യാണ്ടായി സത്യം പറഞ്ഞാല്. ഇതെന്താ? സാമ്പാർ. ഓക്കെ, സാമ്പാർ. ആക്ച്വലി ഇപ്പം മൊത്തത്തിൽ എത്ര കറി ഉണ്ടെന്ന് അറിയാമോ? ഒരു ഉപ്പേരി കറിയേ ഉള്ളൂ, ഞാൻ ഒന്നേ കണ്ടുള്ളൂ. ഒരു ഉപ്പേരി കറി, പിന്നെ ഇത് പടവലങ്ങ ഇട്ടിട്ടുള്ള, പടവലങ്ങയാണോ? അതെ, കുമ്പളങ്ങയോ? എനിക്ക് വെജിറ്റബിൾ ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടാം. സോ ഈ കറി, ഇതിനൊക്കെ പേരുണ്ട് കേട്ടോ, എനിക്കതൊന്നും അറിയത്തില്ല ഗൈസ്. നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ പറയുക. ഉപ്പേരി, പിന്നെ ഇങ്ങനെ പരിപ്പ് കടഞ്ഞത് പോലത്തെ പടവലം കറി, ചിക്കൻ ഞാൻ കഴിച്ചു നോക്കില്ല, കഴിക്കാം. പിന്നെ ഓക്കെ, സാമ്പാർ, രസം, ഇതെന്താ മോരുകറി, പപ്പടം, അച്ചാറ്, മീൻകറി. 9 കറിയും ഒരു ടിന്നിൽ ചോറും കിട്ടും. അതിന് 149 ഉള്ളൂ. പിന്നെ അതിന് സെപ്പറേറ്റ് വാങ്ങിച്ചതാണ്. കപ്പയും മീൻകറിയും വേറെ വാങ്ങിച്ചതാണ്. ഓക്കെ, എനിക്കിഷ്ടമായി. പക്ഷേ വയറ് നിറച്ചൊന്ന് കഴിക്കട്ടെ. ഞാൻ ചിക്കൻ കറി കഴിച്ചു നോക്കട്ടെ. ഞങ്ങളുടെ നാട്ടിൽ ഡിഫറെൻ്റ് ആയിരിക്കും ചിക്കൻ കറി, ഇങ്ങനെ എല്ലായിരിക്കും. കുറച്ച് ചോറ് എടുക്കണം എന്തായാലും. കുത്തിരിച്ചോറാട്ടോ, അത് ഞാൻ പറയാൻ പറഞ്ഞു. നമ്മുടെ മട്ടയരി, അയ്യോ എനിക്ക് വയ്യ. മട്ടയരിയൊക്കെ ഞാൻ കഴിച്ച കാലം മറന്നു കഴിച്ച്, എനിക്ക് വയ്യ. ഹോസ്റ്റൽ ഫുഡും ജീവിതമൊക്കെ ഇങ്ങനെയാണ്. അതെ, എല്ലാവർക്കും എൻ്റെ അവസ്ഥ മനസ്സിലാവുമെന്ന് അറിയില്ല. ഈ ഹോസ്റ്റലിൽ ഇരിക്കുന്നവർക്കും ഇങ്ങനെ വീട് മാറി നമ്മൾ പുറത്തൊക്കെ പോയി സ്റ്റേ ചെയ്യുന്നവർക്കൊക്കെയാണ് ഞാൻ പറയണതൊക്കെ മനസ്സിലാവത്തുള്ളൂ. എൻ്റെ ഫീലിങ്സ് അവർക്കാ മനസ്സിലാവുള്ളൂ. എന്തുകൊണ്ടാണ് ഇത് കിടന്ന് നിലവിളിക്കുന്നത്. ചിക്കൻ കഴിച്ചോട്ടെ, നമുക്ക് ചിക്കൻ ടേസ്റ്റ് ചെയ്യാം. ഞാൻ കടുകിട്ടത് കൊണ്ടാണ് കുറച്ചൊന്ന് മാറ്റി വെച്ചത് സത്യത്തിൽ. ആക്ച്വലി ഞങ്ങളുടെ നാട്ടിലുള്ള ചിക്കൻ കറി പോലെ ഇല്ല, പക്ഷെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. എരിവുണ്ട്, പക്ഷെ ആ എരിവ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന എരിവാണ്. ഒരു സുഖമുള്ള ഒരു എരിവ്. മീൻ കറി
ഇനി ഇങ്ങനെ റെഡ് കളറെ കണ്ട പേടിയാവും. അയ്യോ എരിവ് അങ്ങനെ ഇരുത് നോക്കാം. എരിവ് അധികം കഴിക്കാറില്ല ഞാൻ, അധികം നല്ല ഒട്ടും കഴിക്കാറില്ല. എനിക്ക് ഭയങ്കര കുറേ നല്ല ഭയങ്കര കൊതിയ. എരിവുണ്ട് പക്ഷെ എനിക്ക് ഞാൻ പറയാം ഗൈസ്, ആരും വെറുതെ ഇറക്കരുത്. അയ്യോ ഞാൻ എത്ര നേരം കഴിച്ചില്ല, എനിക്ക് അറിഞ്ഞു കഴിഞ്ഞത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും. എത്ര ടേസ്റ്റ് എനിക്ക് അറിയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ടോപ്പ് നോച്ച്. എവിടെയാണ് മീൻകറി ഗൈസ്, വേറെ ലെവൽ ഗൈസ്. നല്ല എരിവുണ്ട്, നല്ല എരിവുണ്ട് പക്ഷെ നല്ല എരിവുണ്ട്. പക്ഷെ അയ്യോ എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ. ചവയ്ക്കാനൊക്കെ മറക്കാൻ ഞാൻ അങ്ങനെ ഇറക്കാണ്. എവിടെ പോയി? ടോപ്പ് നോച്ച്. അതിന് മേലെ വേറെ എന്തെങ്കിലും ഉണ്ടോ? അത് എക്സലന്റ്. ആക്ച്വലി നമ്മളിങ്ങനെ ചൊടി കാരണം ടക്കം കഴിക്കില്ലേ, ആ സംഭവം എനിക്ക് നല്ല രസമുണ്ട്, നല്ല രസം. ഗൈസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ വിചാരിച്ചില്ല ഈ ഷോപ്പ് ഇത്രയും ഷോപ്പ് എന്ന് പറയാൻ പറ്റില്ല എന്നല്ല, ആക്ച്വലി ഇത് ഹോംലി ഫുഡാണ് ശരിക്കും. സത്യം പറഞ്ഞാൽ ഇത് നല്ല എരിവുണ്ട്, എനിക്ക് നല്ല എരിവുണ്ട് പക്ഷെ നല്ല ചൊടി. എനിക്ക് അറിഞ്ഞൂടെ എന്താണ് നല്ലൊരു ആ ചൊടിയിൽ കഴിക്കില്ല, എരിഞ്ഞിട്ട് ആ എരിവിൽ കഴിക്കില്ല, ആ ഒരു സാഫീല്. എനിക്ക് ഇത്ര നേരം കഴിച്ചാൽ എനിക്ക് മീനും കറി ഇഷ്ടപ്പെട്ടത്. ശരി, അടുത്ത കറി കഴിച്ചു തുടങ്ങിയിട്ട് സാമ്പാറാണ്. സാമ്പാർ ഓക്കെ കൊള്ളാം. പക്ഷെ എനിക്ക് ഓക്കെ അത്ര എനിക്ക് ഭയങ്കര തിക്കായിട്ടുള്ള സാമ്പാർ അത്ര ഇതില്ല. ഓക്കെ, അതുകൊണ്ടായിരിക്കും എൻ്റെ ടേസ്റ്റിന് അനുസരിച്ചിട്ടുള്ളത് അല്ല. സാമ്പാർ ഓക്കെ. നമ്മൾ അടുത്തത് ഇത് എന്താ പേര്, മോര് കറി. മോര് സാധാരണ ലാസ്റ്റല്ലേ കഴിക്കുക. അയ്യോ മോര് കറിയിൽ ഉപ്പിടാൻ മറന്നു തോന്നുന്നു. ഉപ്പില്ല ഗൈസ്, പക്ഷെ കുഴപ്പമില്ല, വേറെ കറിൻ്റെയൊക്കെ ടേസ്റ്റാണ്. പക്ഷെ മോര് കറി ആണെങ്കിൽ നല്ലൊരു ബട്ടറി ക്രീമി ഒരു ടേസ്റ്റ്. അല്ല ചിലയിടത്തൊക്കെ മോര് കറി കഴിക്കുമ്പോൾ നമുക്കൊരു പുളിപ്പ് ഒരുമാതിരി വരത്തില്ല, അങ്ങനെയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു, അതും കൊള്ളാം, വെറുതെ കുടിക്കാൻ പറ്റും. എനിക്ക് അങ്ങനെ നല്ല രസമുണ്ട്. പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, മീൻ കറി ടോപ്പ് നോച്ച്. ഗൈസ് നിങ്ങൾ ചെന്നൈയിലാണെന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങൾ ഈ പലവാരം സൈഡ് എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ, ഇല്ല ഇതിനോട് അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ ഫുഡ് വാങ്ങിക്കണം. മീൻ കറി വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ വാങ്ങിക്കണം. ഞാൻ ഈ രസമാണ് അടുത്ത് കഴിക്കാൻ പോകുന്നത്. നോക്കട്ടെ. കുഴപ്പമില്ല. ചോറ് അത് പറയാതിരിക്കാൻ വയ്യ ഗൈസ്. ചോറ് അപ്പാ, ചോറ് ഈ അരി ഇവിടെ കിട്ടുമെന്ന് പോലും എനിക്കറിയത്തില്ല. എന്താ ഈ അരി ഇവിടെയൊക്കെ കിട്ടുമോ? സൂപ്പർ. ഞാൻ കുറേ ആളായിട്ടോ, എനിക്ക് ഓർമ്മ പോലും കിട്ടുന്നില്ല. ഹോസ്റ്റൽ ഫുഡും നാവൊക്കെ ചത്ത്. ഇപ്പം പിന്നെ എൻ്റെ സ്വന്തം ഫുഡാണല്ലോ, പിന്നെ ഞാൻ കൂടുതൽ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചിട്ടാണ് കഴിക്കുന്നത്. വേറെ ലെവൽ. ഭയങ്കര ഇഷ്ടമായി. എനിക്ക് മീൻ കറി ഭയങ്കര ഇഷ്ടമായി. ഞാനത് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറ് വാങ്ങി തോന്നുന്നത്. പക്ഷെ ഒന്നും വേസ്റ്റ് ചെയ്യില്ല കേട്ടോ, എല്ലാ കറിയും എല്ലാം കൊള്ളാം. പക്ഷെ എനിക്ക് മീൻ കറി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവൻ്റെ ഉപ്പേരിയും കൊള്ളാം. ഉപ്പേരി ഞാൻ തീർത്ത് ഫുള്ള് ചോറെടുക്കണേ.
ഞാനേ ഇന്നലെ മുതൽ ഫുഡ് കഴിച്ചിട്ടില്ല. ഇന്ന് 7-ാം തീയതിയാണ് ഇന്ന്. ഓക്കെ, ഞാൻ 6-ാം തീയതി ഉച്ചയ്ക്ക് കഴിച്ചതാണെന്ന് തോന്നുന്നു. ഉച്ചയ്ക്ക് കഴിച്ചോ? ഇല്ല, 6-ാം തീയതി ഈവനിങ് ഒരു ചപ്പാത്തി കഴിച്ചതാ. വേറെ ഒന്നും ഞാൻ കഴിച്ചു. സത്യമായിട്ട് ഒരു ചപ്പാത്തിയെ കഴിച്ചുള്ളൂ. ഇരിക്കാൻ പറ്റുന്നില്ല ഗൈസ്, അതുകൊണ്ടാണ് ഇത്രയും ചോറ്. ഞാൻ ഫുള്ള് ചോറാണ് ഗൈസ്. ഇതൊക്കെ വേസ്റ്റ് ചെയ്യില്ല, ഇതൊക്കെ കഴിക്കും. മീൻ കറി കഴിക്കുക ഫസ്റ്റ്. ഭയങ്കര ഇഷ്ടമായി ഗൈസ്. പപ്പടം ഞാൻ കഴിച്ചില്ല. പപ്പടം എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തതാണ്. പപ്പടം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ. ഓക്കെ, ഇത് ഒഴിക്കട്ടെ. നല്ല ചൊടുക്കനെ, ശരിക്കും നമ്മൾ നല്ല ചൊടുക്കനെ ഫുഡ് കിട്ടി വെച്ചാൽ നമ്മൾ തിന്നില്ലേ? എനിക്കിപ്പോൾ ഫീല്. എൻ്റെ വീട്ടിൽ എൻ്റെ മദർ ഉണ്ടാക്കണത് അങ്ങനെയാണ്. നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ അറിയത്തില്ല, നമ്മളങ്ങനെ തിന്നുകൊണ്ടിരിക്കും. ഭയങ്കര അവരുണ്ടാക്കണതൊക്കെ ഭയങ്കര ഭയങ്കര ചൊടിയായിരിക്കും അതിന്. മീൻ വേറെ ലെവൽ മീനുണ്ട്. മീൻ കഴിക്കാൻ എനിക്ക് അത്ര താല്പര്യമില്ല. പക്ഷെ അതിൽ ചാറിൻ്റെ ലെവല് വേറെയാണ്. കുടമൂളി ഇട്ട് വെച്ച മീൻ കറി. വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ താഴത്തിരുന്നിരിക്കണം. എനിക്ക് താഴത്തിരിക്കാനും അൺകംഫർട്ടബിൾ. അങ്ങനെയല്ല, എനിക്ക് കാല് വേദനിക്കുക. എനിക്ക് എല്ലല്ലോ ഉള്ളൂ, എൻ്റെ എല്ലൊക്കെ കുത്തുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ. സോ ഞാനൊന്ന് കംഫർട്ടബിൾ ആയിട്ടൊന്ന് മേലെ ഇരുന്ന് ഫുഡ് നല്ലോണം അടിച്ച് വിട്ട് വയറൊക്കെ ഉണ്ട് നിറച്ച്. അപ്പം ഞാൻ കഴിച്ചിട്ട് വരാം. ചോറൊക്കെ ഫുള്ള് കഴിച്ചു കഴിഞ്ഞു. ഒന്നുമില്ല കേട്ടോ. ചോറും കറിയും കഴിഞ്ഞു. ഇതിൽ കഷ്ണമുണ്ട്. ആക്ച്വലി എനിക്ക് മീൻ കറി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ മീൻ കഴിക്കാറില്ല. അത് ഞാൻ ഫസ്റ്റേ പറഞ്ഞു, ഞാൻ മീൻ കഴിക്കാറില്ല. പക്ഷെ എനിക്ക് കുറേ നാളായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിച്ചതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ദെൻ എൻ്റെ ഇതിൽ ബാലൻസ് വന്നത് ചിക്കൻ. ആക്ച്വലി എനിക്ക് ചിക്കൻ ഇഷ്ടമല്ല, ഞാൻ അങ്ങനെ കഴിക്കാറില്ല. പക്ഷെ ഞാൻ എൻ്റെ മാക്സിമം ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇതല്ല. പിന്നെ നിറയെ കടുകുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചിക്കനിൽ എന്താ പറയുക, ചിക്കൻ അധികം കഴിക്കാതിരുന്നത്. അതുകൊണ്ടെന്നല്ല, എനിക്ക് കടുക് ഇഷ്ടമല്ല. പിന്നെ ചിക്കൻ ഞാൻ അധികം കഴിക്കാറില്ല. അതുകൊണ്ടാണ് ചിക്കൻ എൻ്റെ ബാലൻസ് വന്നിരിക്കുന്നത്. പക്ഷെ കൊള്ളാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിനും. അങ്ങനെ കുറച്ച് പരിപ്പ് വന്നിട്ടുണ്ട്. ചോറ് ഫിനിഷായി. എനിക്ക് എങ്ങനെയാ വെച്ചാൽ ചോറുള്ളപ്പം എനിക്ക് ഒരു കറി മതി. ആ ഒരു കറി വെച്ചിട്ട് ഞാൻ ആ ചോറ് തീർന്നവരെ കഴിക്കും. അങ്ങനെയാണ്. സോ ചോറ് ഫിനിഷ് ചെയ്തു. ഫുള്ള് ആ മീൻകറി വെച്ചിട്ട് തന്നെ ഫുള്ള് കഴിച്ചു. മീൻകറി മാത്രമല്ല, മറ്റു കറികളും കൂട്ടി കഴിച്ച്. ഇപ്പോൾ ഇവരുടെ അടുത്ത് നോൺ വെജാണ് വാങ്ങണമെങ്കിൽ 149 രൂപയും, വെജാണ് വെജാണെങ്കിൽ 99 രൂപ അങ്ങനെ ഉള്ളൂ. എന്താണെങ്കിലും ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ദെൻ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഈ വീഡിയോൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാം കേട്ടോ. സൂപ്പർ, എനിക്കിഷ്ടമായി. എനിക്കെന്താ വെച്ചാൽ നമ്മൾക്ക് നിറയെ കറികളുണ്ട്. ആക്ച്വലി നമ്മുടെ വീട്ടിൽ എനിക്ക് തോന്നുന്നത് എങ്ങനെയാ വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു ഫുഡ് വാങ്ങിക്കുകയാണെങ്കിലും നമ്മുടെ കയ്യിൽ കുറച്ചുകൂടി ചോറുണ്ടെങ്കിൽ നമുക്ക് അടുത്തതിക്കും കൂടി കഴിക്കാവുന്നതാണ്. കാരണം എല്ലാം ഫ്രഷാണ് കറികൾ. തരുമ്പോൾ തന്നെ നല്ല ചൂടുണ്ടായിരുന്നു. ഒരപ്പം ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുവന്ന് തന്നിട്ടുള്ളത്. സോ എല്ലാം ഫ്രഷാണ്, ചീത്തയാവത്തില്ല. അത് മാത്രമല്ല, മീൻകറി ഞാൻ വാങ്ങിച്ചത് ഞാൻ വെച്ച് കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഇന്ന് കഴിക്കില്ല, നാളത്തേക്കൊക്കെ ഇരിക്കും അത്. സോ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഈ മീൻകറി ഇത് ഞാൻ വെച്ച് കുറച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ്. കാരണം നമുക്ക് കറി ഉണ്ടെങ്കിൽ പിന്നെ ചോറ് കുഴപ്പമില്ലല്ലോ. സോ അങ്ങനെ. അപ്പോൾ ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല, അതവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ലഞ്ച് കഴിഞ്ഞു. ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. വന്നിട്ട് ഞാൻ ഇത്ര നേരം കിടന്നുറങ്ങിയിട്ട് പോലുമില്ല. ഇനി കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് സെറ്റായിട്ട് കുറച്ച് നേരം ഇരുന്ന് ഒരു 10-20 മിനിറ്റ് ഇരുന്നിട്ട് കഴിഞ്ഞിട്ട് പോയിട്ടൊന്ന് കിടന്നുറങ്ങണം. ഉറങ്ങിയടിച്ചിട്ട് വീണ്ടും നമ്മുടെ കപ്പയും മീനും കഴിക്കണം. അതാണ് ഇപ്പോഴത്തെ. വയറ് നോക്കി എൻ്റെ വയറ് ഫുള്ളായിട്ട് ഇങ്ങനെ ഇരുന്ന വയറായിരുന്നു അപ്പം ഇങ്ങനെ. ഓക്കെ, എനിക്ക് ഭയങ്കര തൃപ്തിയായി. ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഒരു കേരളത്തിൽ പോകണമെന്നില്ല ഗൈസ് കേരള ഫുഡ് കഴിക്കാൻ. ഇവിടെയും നമ്മുടെ വീട് തേടി വരും, നമ്മുടെ വീട്ടിൽ കൊണ്ട് തരും. വേറെ ലെവൽ. ഐ ലവ് ഇറ്റ്. ഷോപ്പിൻ്റെ പേര് എപ്പോഴും പറഞ്ഞില്ല അല്ലേ. ഈ ഫുഡ്, ഇത്രയും ടേസ്റ്റുള്ള ഈ ഫുഡ് എനിക്ക് കൊണ്ടുവന്ന് തന്നത് മന്ന ഹോംലി ഫുഡാണ്. സോ താങ്ക് യു സോ മച്ച് മന്ന ഹോംലി ഫുഡ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കുക. നിങ്ങൾ ഇത് ഭയങ്കര സേഫ് ആട്ടോ. അവിടെ നിന്ന് വാങ്ങിച്ച മറ്റേ കവറിലുള്ളതൊന്നും എവിടെയും പോകത്തില്ല. നമുക്ക് ഇത്രയും കറി കിട്ടും. കറിയാണ് ഇവിടുത്തെ
ഹൈലൈറ്റ്. പിന്നെ ചോറ് പൂ പോലുള്ള ചോറെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ നല്ല വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോറ്. ഞാൻ ഇവിടെ നിന്ന് കുറേയൊക്കെ ഞാൻ വെക്കുന്ന ചോറടക്കം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ അളിഞ്ഞ് പിളിഞ്ഞ് പോകും നല്ല വെന്തിട്ട്, അല്ലെങ്കിൽ ഭയങ്കര ഇങ്ങനെ വേഗാതെ അങ്ങനെ അരിമണി പോലെ കിടക്കും. അങ്ങനെയൊക്കെയാണ്. നല്ല എനിക്ക് എൻ്റെ കുഞ്ഞിൽ എൻ്റെ ഗ്രാൻഡ് മദർ എനിക്ക് കഞ്ഞി വെച്ച് തരുമായിരുന്നു. അതിൽ കിടക്കണ ആ അരിമണി പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്, അതായത് ആ ചോറ് പോലെ. അതിനൊന്നും വേണ്ട, കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് അത് ചോറിൽ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് ഉപ്പിട്ട് അത് കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റായിരുന്നു. അവർ ഒരു ചമ്മന്തി ഉണ്ടാക്കി തരുമായിരുന്നു. സോ അതൊക്കെ ഇനി എന്തൊക്കെയോ ഓർമ്മകൾ വന്ന് പോയ പോലെ. സോ ഐ എം വെരി ഹാപ്പി. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്കും ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് നിന്ന് വാങ്ങിക്കാം കേട്ടോ. സോ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതിലൊന്നും തോന്നരുത്, അൺകംഫർട്ടബിൾ ആണ്. താഴത്തിരുന്നിട്ട് അത്ര എനിക്ക് ഇരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഓക്കെ, ദെൻ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ആക്ച്വലി റീൽസ് എടുക്കാമെന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, പക്ഷെ എന്താ വെച്ചാൽ അത് ലെങ്ത് ആയിപ്പോയി. ശരി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് ഇത് വെർട്ടിക്കലിലായിരിക്കും ഈ വീഡിയോ ഉണ്ടാവുക. പ്ലീസ് എനിക്ക് വേണ്ടി ക്ഷമിക്കുക. ദെൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായില്ലെങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഞാൻ ഭയങ്കര സെലക്റ്റീവാണ്. എല്ലാ ഫുഡും അങ്ങനെ വലിച്ചു വാരി കഴിക്കുന്ന കൂട്ടത്തിലല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് കൊള്ളാം.